ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ചമ്മന്തിയും കൊണ്ടാണ് കേട്ടോ. ചമ്മന്തി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തിയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ചോറിന് ഇത് മാത്രം മതി കേട്ടോ. ഇതുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ 2 വലിയ വഴുതനങ്ങയും അതുപോലെ തന്നെ 2-3 ചെറിയ വഴുതനങ്ങയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൗണ്ടിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് പുരട്ടി വെക്കണം കേട്ടോ. അരപ്പ് നന്നായിട്ട് വഴുതനങ്ങ അതിൽ പിടിക്കണം, ആ രീതിയിൽ പുരട്ടി വെക്കണം. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ വഴുതനങ്ങ സാധാരണ എടുത്ത് ഉപയോഗിക്കാതെ കളയാണ് പതിവ് അല്ലേ. എന്നാൽ വഴുതനങ്ങ കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇത് അടിപൊളി ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഒന്ന് വഴന്നു വരുന്ന സമയത്ത് കുറച്ചൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഒരു 6 അല്ലി ചെറിയ ഉള്ളിയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്നു വരട്ടെ. വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് മുളകാണ്. അപ്പോൾ ഞാനിവിടെ എരിവ് കുറവ് മതി, അതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് ഒരു 4 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക്, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ശകലം പുളി, വാളംപുളി ഉണ്ടല്ലോ, അതൊരു ശകലം വാളംപുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി മാറ്റി വെക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ അത് തിരിച്ചും മറിച്ചിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാടങ്ങ് മൊരിഞ്ഞു കൊണ്ട കാര്യമൊന്നുമില്ല. വഴുതനങ്ങ ഒന്ന് വെന്ത് കിട്ടണം, ആ പരുവം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സ്പൂൺ കൊണ്ടൊന്ന് അമർത്തി നോക്കുമ്പോൾ അറിയാം വെന്തോ ഇല്ലയോ എന്ന്. വേവുന്ന സമയത്ത് നമുക്കിതിനെ എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ എനിക്കിത് 2 ട്രിപ്പായിട്ട് വറുക്കാനുണ്ട്. ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ലേശം എണ്ണ ഒഴിച്ചിട്ടുള്ള ആ എണ്ണയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് 2-3 പ്രാവശ്യം ഞാൻ അങ്ങോട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ഇതൊന്ന് വെന്ത് കിട്ടിയത്. വഴുതനങ്ങയല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അധികം സമയമൊന്നും വേണ്ട. എങ്കിലും നമുക്കതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടാവുമെന്ന്. ആ സമയത്ത് നമുക്കിതിനെ എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അമർത്തി നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ബാലൻസുള്ള വഴുതനങ്ങയും കൂടെ ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ഞാൻ നോക്കിയപ്പോൾ പോരെന്ന് തോന്നി ഒരു ശകല എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും വറുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളക്, ഉള്ളി എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഒത്തിരി അരയണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്ത വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. അത് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 2 സവാള, ഇടത്തര സവാളയാണ് അരിഞ്ഞത്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മൊരിഞ്ഞ് കിട്ടിയൊന്നും വേണ്ട, ഒന്ന് വഴന്ന് കിട്ടണം കേട്ടോ. കുഴ ആവുന്ന ഒരു പരുവുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതൊന്ന് നല്ലതുപോലെ വഴന്ന് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ വഴുതനങ്ങയിൽ ഉപ്പൊക്കെ ചേർത്താണ് വഴറ്റിയത്. അതുകൊണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചേ ഇടാവൂ. ഒരുപാട് ഉപ്പാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ വഴുതനങ്ങ എല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ച മുളക്, ഉള്ളി എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പം എരിവ് അല്ലേ, അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ കൈ പുകയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു സ്പാച്ചില കൊണ്ട് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഉടച്ചെടുത്ത് കേട്ടോ.
ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഒരു ശകലം ഉപ്പ് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിയാണ്, വഴുതനങ്ങ ചമ്മന്തി. നമുക്കിത് കൈ കൊണ്ട് ഇതിനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു ഉരുള മതി ഒരു പ്ലേറ്റ് ചോറ് തന്നെ. ഇത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.